പല സംസ്ഥാനങ്ങളും ഫ്രീ ബീസ് ആയിട്ട് അനൗൺസ് ചെയ്യുന്നത് ഒരു വൺ ടൈം അനൗൺസ്മെൻ്റ് ആണ്. പക്ഷേ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓരോ ബജറ്റിലും ഇതിന് വിലയിരുത്തിയേ പറ്റൂ. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം ഇതിന് എങ്ങനെ പണം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. നമ്മൾ എടുക്കുന്ന കടം റവന്യൂ സ്പെൻഡിങ് ലൈക്ക് സാലറീസിനും പെൻഷൻസിനും ഒക്കെ ഉപയോഗിച്ചേ പറ്റൂ. അതിൽ തെറ്റില്ല. കേരള സംസ്ഥാനത്തിൻ്റെ ഒരു എംപ്ലോയബിലിറ്റി എന്ന് പറയുമ്പം എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പം ഇതൊരു വെല്ലുവിളിയാണ്. രണ്ട്, ജെൻഡർ റിലേറ്റഡ് ഇഷ്യൂസ്. ശ്രീലങ്ക പ്രതിസന്ധിയിലേക്ക് പോയത് ബോണ്ട് ഫിനാൻസിങ് എക്സ്റ്റേണലി സംഭവിച്ചത് കൊണ്ടാണ്. നമുക്കിവിടെ അങ്ങനെ ഒരു കണ്ടീഷണാലിറ്റീസോ ഒന്നുമില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇന്റേണൽ ഫിനാൻസിങ് ഓഫ് ഡെഫിസിറ്റ്. കേരളം വലിയ ധനപ്രതിസന്ധിയിലാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ കേരളം അത്ര വലിയ കടക്കെണിയിലാണോ, അപകടകരമായ അവസ്ഥയിലാണോ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസിയിലെ പ്രൊഫസർ ലേഖ ചക്രവർത്തി മാഡമാണുള്ളത്. മാം, നിലവിൽ കേരളത്തിന്റെ കടം 4.31 ലക്ഷം കോടിയാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. ശരിക്കും ഓരോ 5 വർഷം കൂടുമ്പോൾ ഈ കടത്തിന്റെ കണക്കുകൾ കൂടുകയല്ലേ ചെയ്യുന്നത്? പ്രത്യേകിച്ചും കേരളം ഇങ്ങനെ കടം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയാണ് 20 വർഷത്തെ ചരിത്രത്തിലാദ്യമായി കടത്തിന്റെ വളർച്ച കുറഞ്ഞു എന്ന് സർക്കാർ പറയുന്നത്? ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. പബ്ലിക് ഡെറ്റ് അത് വളരെ ഒരു വിവാദപരമായിട്ടൊരു വിഷയമാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ആഗോളതലത്തിൽ ഇപ്പോൾ പബ്ലിക് ഡെറ്റ് ദാറ്റ്സ് ടോപ്പിക് ഈസ് ഗെറ്റിംഗ് അറ്റൻഷൻ. നമ്മൾ ഈ 4 ലക്ഷം ക്രോർ അല്ലെങ്കിൽ 4 ട്രില്യൺ കടത്തിൻ്റെ കാര്യം പറയുമ്പോൾ, ടു പുട്ട് ദ മാറ്റേഴ്സ് ഇൻ പെർസ്പെക്റ്റീവ്, ഗ്ലോബൽ കടം അത് GDP-യെക്കാളും അധികമായ ഒരു അവസരത്തിലാണ് നമ്മൾ ഈ കേരളത്തിൻ്റെ ഒരു കൊച്ചു കടത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷേ ഈ കടം പരിശോധിക്കുമ്പോൾ 4 കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഒന്ന്, ത്രെഷോൾഡ് റേഷ്യോ, അത് GDP പെർസെൻറ്റേജിൽ എത്രയാണെന്ന് പരിശോധിക്കണം. 2, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ദ ഗ്രോത്ത് ഓഫ് ദി ഇക്കോണമി. ഈ 2 മാക്രോ ഇക്കണോമിക് വേരിയബിൾ പരിശോധിക്കണം. ഇതിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗ്രോത്ത് ഓഫ് ഇക്കോണമിയെക്കാളും കുറവാണെങ്കിൽ വി വിൽ ഗ്രോ ഔട്ട് ഓഫ് ദ ഡെറ്റ്, അതൊരു പ്രശ്നമല്ല. 3, പ്രൈമറി ബാലൻസ്. പ്രൈമറി ബാലൻസ് എന്ന് പറയുമ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഡിഡക്റ്റ് ചെയ്ത് ബാക്കിയുള്ളത്, അത് പ്രൈമറി സർപ്ലസ് ആണെങ്കിൽ പേടിക്കാനൊന്നുമില്ല. അതുപോലെ ഈ പബ്ലിക് ഡെറ്റ് ടു GDP, ഈ ഒരു ത്രെഷോൾഡ് റേഷ്യോയ്ക്ക് ഇത്ര പ്രാധാന്യവും അങ്ങനെ ഒരു ഡിബേറ്റും ഇത്രയും അധികം വന്നതുകൊണ്ട് മാത്രമാണ് ഇതിനൊരു ഇന്റർ ജനറേഷൻ ഇക്വിറ്റി ഉണ്ടോ, അതോ ഭാവി തലമുറയെ നമ്മൾ കടത്തിലേക്ക് ആക്കുന്നോ എന്നൊരു ചോദ്യം ഉയരുന്നത്. അതർവൈസ് when you look at many countries, they are growing out of debt. നമ്മൾ എടുക്കുന്ന കടം അത് പ്രൊഡക്റ്റീവ് പേർപ്പസിന് യൂസ് ചെയ്യുവാണെങ്കിൽ 4 ട്രില്യൺ റുപ്പി ഇത് ഇങ്ങനെ ഒരു അബ്സല്യൂട്ട് എമൗണ്ടിനെ കുറിച്ച് നാം ശങ്കിക്കേണ്ടതില്ല. മാഡം, അപ്പോൾ ചോദിക്കാനുള്ളത്, കേരളത്തിന്റെ സാമ്പത്തിക രംഗം അത്ര പ്രശ്നാവസ്ഥയിൽ അല്ല എന്നാണോ? കടം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കമ്മി എന്ന് പറയുമ്പോൾ റേറ്റിംഗ് ഏജൻസീസിനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ നമ്മൾ ചില പാരാമീറ്റേഴ്സ് ഫോളോ അപ്പ് ചെയ്യണം. ഒന്ന്, നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു മീഡിയം ടേം ഫിസിക്കൽ ഫ്രെയിംവർക്ക് ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ കടം ഭാവിയിൽ ഒരു ത്രെഷോൾഡ് റേഷ്യോ ഒരു 20% ഓഫ് GDP അങ്ങനെ കുറയ്ക്കാനായിട്ട് ഒരു മീഡിയം ടേം ഫ്രെയിംവർക്ക് മുന്നിലുണ്ടെങ്കിൽ ഈ കടം ഇന്നത്തെ കടം വളരെ കൂടുതലാണ് എന്ന് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് വി ഹാവ് എ മീഡിയം ടേം ഫിസിക്കൽ ഫ്രെയിംവർക്ക് ഓൺ ദ ഫ്രണ്ട്. അതിൻ്റെ ഒരു ഗ്ലൈഡ് പാത്ത് മാത്രം ആർട്ടിക്കുലേറ്റ് ചെയ്താൽ മതി. ഈ കടവും കമ്മിയും ഇത്രയധികം പ്രാധാന്യം വരാൻ കാരണം ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിലെ ഫിസിക്കൽ പില്ലർ അതനുസരിച്ചാണ് നോച്ച് അല്ലെങ്കിൽ പല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ പെർസ്പെക്റ്റീവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാക്രോ ഇക്കണോമിക് ഫണ്ടമെന്റൽസും ഫിസിക്കൽ ഡിസിപ്ലിനും ആവശ്യമാണ്. ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴാണ് ഈ കടം കമ്മി ഇതിൻ്റെ ഒരു അബ്സല്യൂട്ട് എമൗണ്ട് ഒക്കെ ഇത്രയും പ്രാധാന്യം വരുന്നത്. പക്ഷേ ഒരുപാട് രാഷ്ട്രങ്ങൾ കടം ഉപയോഗിച്ച് വളർന്ന ചരിത്രമുണ്ട്. വി ക്യാൻ ഗ്രോ ഔട്ട് ഓഫ് ദ ഡെറ്റ്. ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഈ അബ്സല്യൂട്ട് എമൗണ്ടിനെ കുറിച്ച് നമ്മൾ ഫിയർ ചെയ്യേണ്ട കാര്യമില്ല. മറ്റൊന്ന്, ഇന്റർ സ്റ്റേറ്റ് പെർസ്പെക്റ്റീവ്. മറ്റുള്ള സ്റ്റേറ്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റീസെൻറ്റ് ഇയേഴ്സിലെ കേരളത്തിൻ്റെ കടബാധ്യത കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലൈഡ് പാത്തും നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കടബാധ്യത കുറഞ്ഞു വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ കടമെടുത്ത് ശമ്പളം പോലും കൊടുക്കേണ്ട അവസ്ഥ സർക്കാരിനുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ സർക്കാർ എങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോകും? എന്തൊക്കെ വരുമാന മാർഗമുണ്ട് സംസ്ഥാന സർക്കാരിന്?
ഓക്കെ, പേടിക്കേണ്ടതുപോലെ ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. ഒന്നെന്ന് വെച്ചാൽ വിവിധ ധനമാർഗങ്ങൾ പരിശോധിക്കാം. ഒരു സംസ്ഥാനത്തിന് വിവിധ ധനമാർഗങ്ങൾ നോക്കുമ്പോൾ ഒന്ന് ഓഫ് കോഴ്സ് കടമെടുക്കാം, അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള വരുമാന മാർഗങ്ങളുണ്ട്, ഓൺ ടാക്സ് അല്ലെങ്കിൽ ഓൺ നോൺ ടാക്സ് റവന്യൂ. മറ്റൊന്ന് സെൻട്രൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫിസിക്കൽ ട്രാൻസ്ഫേഴ്സ് ആൻഡ് ഗ്രാൻസ്. ഈ ഗ്രാൻസിലും സെൻട്രൽ ട്രാൻസ്ഫേഴ്സിലും വളരെയധികം വോളറ്റാലിറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ ടാക്സ് GDP റേഷ്യോ ഒരു രീതിയിൽ സ്റ്റാഗ്നൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ ഓൺ ടാക്സ് റവന്യൂ വർദ്ധിപ്പിക്കാം എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. നോട്ട് ബൈ ഇൻക്രീസിങ് ദ റേറ്റ് ബട്ട് ഇൻക്രീസിങ് ദ ടാക്സ് ബേസ്. അങ്ങനെ നോക്കുമ്പോൾ ഭാവിയിൽ നമ്മൾ വിഭാവനം ചെയ്യേണ്ട എക്സ്പെൻഡിച്ചർ ഡിസൈനിന് ഈ ഒരു റവന്യൂ സ്റ്റെബിലിറ്റി സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ പേടിക്കേണ്ട കാര്യമേ ഇല്ല. മാഡം, മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, കഴിഞ്ഞയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മിനി ബജറ്റ് പ്രഖ്യാപനം തന്നെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ പ്രഖ്യാപനമെന്ന് പകൽ പോലെ വ്യക്തവുമാണ്. സർക്കാർ പ്രഖ്യാപിച്ച ഈ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ 10,000 കോടി രൂപ അധികമായി കണ്ടെത്തേണ്ടി വരുമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ പറഞ്ഞത്. 4 ലക്ഷം കോടിയിലധികം കടം കേരളത്തിന് ഇപ്പോൾ തന്നെയുണ്ട്. പുതിയ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാൻ എവിടെ നിന്ന് സർക്കാർ പണം കണ്ടെത്തും? ഒരു ബി പ്ലാൻ ഉണ്ടോ ശരിക്കും സർക്കാരിന്? യെസ്, ആ പ്ലാൻ ബിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നാം നോക്കേണ്ടത് റോൾ ഓഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഇക്കണോമിക്സ് ഓഫ് ഗവൺമെൻറ് എന്താണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം മുന്നോട്ട് വെക്കുന്ന ഇക്കണോമിക്സ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു വെൽഫെയർ മോഡലാണ്. അപ്പോൾ നാം അത് പ്രഖ്യാപിച്ചേ പറ്റൂ. ഒരു വൺ ടൈം പ്രഖ്യാപനമല്ല, അത് ഇനി ഭാവിയിലുള്ള ബജറ്റിലും അത് വിലയിരുത്തിയേ പറ്റൂ. കാരണം പല സംസ്ഥാനങ്ങളും ഫ്രീ ബീസ് ആയിട്ട് അനൗൺസ് ചെയ്യുന്നത് ഒരു വൺ ടൈം അനൗൺസ്മെൻ്റ് ആണ്. പക്ഷേ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓരോ ബജറ്റിലും ഇതിന് വിലയിരുത്തിയേ പറ്റൂ. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം ഇതിന് എങ്ങനെ പണം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഒന്ന്, ട്രേഡ് ഓഫ് സംഭവിക്കാം. കാരണം ഇപ്പോൾ ഈ പെൻഷൻസ് അല്ലെങ്കിൽ വെൽഫെയർ റിലേറ്റഡ് എക്സ്പെൻഡിച്ചറിന് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ റീഅപ്രോപ്രിയേഷൻ അല്ലെങ്കിൽ വേറെ പല എക്സ്പെൻഡിച്ചർ റീഡിസൈനിങ് അല്ലെങ്കിൽ റീപ്രയോറിറ്റൈസേഷൻ വരുമ്പോൾ പല ഘടകങ്ങളും കുറച്ചിട്ടായിരിക്കാം ഇതിന് മുൻഗണന കൊടുക്കുന്നത്. പക്ഷെ ആ കുറയ്ക്കുന്ന എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ, ഹെൽത്ത് അല്ലെങ്കിൽ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ വേറൊരു ചോദ്യം ഉന്നയിക്കാം, നമ്മുടെ രാജ്യത്തിലെ ഫിസിക്കൽ സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ ആ ഫിസിക്കൽ സ്പേസിൻ്റെ കൺസ്ട്രെയിൻസിൽ ഒന്ന് വെൽഫെയർ രീതിയിലാണ് ഉപയോഗിക്കാൻ താല്പര്യം, അല്ലാതെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ അല്ല താല്പര്യമെങ്കിൽ ആ ട്രേഡ് ഓഫ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇറ്റ് ഈസ് ലൈക്ക് എ ഡിസിഷൻ ബിറ്റ്വീൻ പാർട്ടിസിപ്പേഷൻ ഇൻകം ആൻഡ് ബേസിക് ഇൻകം. ബേസിക് ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഒന്നും ഒരു ഇക്കണോമിയിൽ ആക്ടിവിറ്റിയിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇൻകം നേടേണ്ട കാര്യമില്ല. നമ്മളുടെ ഗവൺമെൻറ് പൈസ കൊടുക്കാം, ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയും ആവശ്യമില്ല. ഈ ഒരു ഡെമോഗ്രഫിക് ട്രാൻസിഷൻ്റെ സമയത്ത് ആ ബേസിക് ഇൻകത്തിന് പ്രാധാന്യമുണ്ട്. പക്ഷേ വിത്തിൻ ദ കൺസ്ട്രെയിൻ ഫിസിക്കൽ സ്പേസ് പാർട്ടിസിപ്പേഷൻ ഇൻകമിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എംപ്ലോയ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന പാർട്ടിസിപ്പേഷൻ ഇൻകമാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു വെൽഫെയർ മോഡൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഇക്കണോമിക്സ് ഓഫ് ഗവൺമെൻറ് ഉള്ളപ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന് ഈ ഒരു ഘടകത്തിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. പക്ഷേ ഈ കേരളത്തിൻ്റെ സാമ്പത്തിക മാനേജ്മെൻറ്റ് അതീവ മോശമാണ് എന്ന് മുൻപ് കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ശമ്പളവും പെൻഷനും കൊടുക്കാനാണ് കേരളം കടമെടുക്കുന്നത് എന്ന കുറ്റപ്പെടുത്തൽ പോലും ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച പെൻഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ പഴയ പദ്ധതികളിൽ കടും വിട്ട് നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? ഇതിൽ രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടാകാൻ പാടില്ല. കാരണം ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ആ ചോദ്യത്തിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് കടമെടുക്കുന്നത് നാം ഉപയോഗിക്കേണ്ടത് ക്യാപിറ്റൽ ഫോർമേഷൻ അല്ലെങ്കിൽ ക്യാപെക്സിന് മാത്രമാണ്. അത് സാലറിക്കോ പെൻഷൻസിനോ ഉപയോഗിക്കരുത്, അത് റവന്യൂ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ഉപയോഗിക്കരുത്. കാരണം അത് ഒരു പ്രൊഡക്റ്റീവ് വേ ഓഫ് സ്പെൻഡിങ് ദ ഡെറ്റ് അല്ല എന്നാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നാം റവന്യൂ ഡെഫിസിറ്റ് എപ്പോഴും 0 ആയിട്ട് കീപ്പ് ചെയ്യണം. പക്ഷേ ഈ ഒരു കൺസ്ട്രെയിൻ ഫിസിക്കൽ സ്പേസിൻ്റെ സാഹചര്യത്തിൽ റവന്യൂ ഡെഫിസിറ്റ് ഒരിക്കലും നമുക്ക് ഫേസ് ഔട്ട് ചെയ്യാൻ പറ്റില്ല.
ആ റവന്യൂ ഡെഫിസിറ്റ് ഫേസ് ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന കടം റവന്യൂ സ്പെൻഡിങ് ലൈക്ക് സാലറീസിനും പെൻഷൻസിനും ഒക്കെ ഉപയോഗിച്ചേ പറ്റൂ. അതിൽ തെറ്റില്ല. കാരണം റവന്യൂ ഡെഫിസിറ്റ് സീറോ ആക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന കടം ഉള്ളി ക്യാപിറ്റൽ ഫോർമേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ്. പക്ഷേ ഒരു കമാൻഡിങ് ഹൈറ്റ്സ് ഓഫ് ദി ഇക്കോണമി എന്ന് പറയുന്നത് ക്യാപിക്സും ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും മാത്രമല്ല, അത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും വെൽഫെയർ മോഡൽസിനും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഫിസിക്കൽ ഓസ്റ്ററിറ്റി പ്രഖ്യാപിക്കാതെ എടുക്കുന്ന കടത്തിൽ നിന്ന് റവന്യൂ സ്പെൻഡിങ്ങിന് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് മോഡലും കൂടി നാം മനസ്സിലാക്കണം. എടുക്കുന്ന കടം റവന്യൂ സ്പെൻഡിങ്ങിന് ഉപയോഗിച്ചില്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് മോഡല് ഓസ്റ്ററിറ്റി മോഡലാണ്. ഓസ്റ്ററിറ്റി മോഡൽ ഇവിടെ കേരളത്തിൽ വന്നാൽ അത് ഇക്കണോമിക് ഗ്രോത്തിനെ പ്രതികൂലമായി ബാധിക്കും. മാഡം, കിഫ്ബി ആയിരുന്നല്ലോ സർക്കാരിൻ്റെ ഒരു ആശ്രയം. ഈ കിഫ്ബി വഴി നിർമ്മിച്ച പാലങ്ങൾക്ക് ടോൾ പിരിക്കില്ല എന്ന് സർക്കാർ പ്രഖ്യാപിച്ചതുമാണ്. എന്നാൽ കിഫ്ബിയുടെ കടം സംസ്ഥാനത്തിന്റെ കടമായി കണക്കാക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വാർത്ത ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതാണ്. അതായത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് മുൻകൂർ ഫണ്ട് നൽകുന്ന സംവിധാനം നിർത്തുകയാണ് എന്നാണ് ആ ഒരു വാർത്ത. വകമാറ്റൽ ഒഴിവാക്കാനാണത്രേ ഈ ഒരു നീക്കം നടത്തുന്നത്. ഇത് സംസ്ഥാന സർക്കാരിനെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കും ഈ മുൻകൂർ പണം കിട്ടാതിരുന്നാൽ? ഓഫ് കോഴ്സ് ഫ്രണ്ട് ലോഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരു റോബസ്റ്റ് ഗ്രോത്ത് പാത്ത് വിഭാവനം ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്പെൻഡിച്ചറിൻ്റെ ഫ്രണ്ട് ലോഡിങ് വളരെ പ്രാധാന്യമുണ്ട്. പക്ഷെ ആ ഫ്രണ്ട് ലോഡിങ് അവസാനിക്കുമ്പോൾ അത് എക്സ്പെൻഡിച്ചർ ഡിസൈനെ അത് വളരെയധികം ബാധിക്കും. രണ്ട്, സെൻട്രിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പണത്തിൻ്റെ ഒരു ഗ്രാൻറ്റിൻ്റെ ഒരു വോളറ്റാലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു വോളറ്റാലിറ്റിയും സംസ്ഥാനത്തിൻ്റെ ഫിസിക്കൽ സ്പേസിനെ ബാധിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്നോവേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ മോഡൽ കണ്ടെത്തിയതാണ് കിഫ്ബി. കാരണം ഒരു ഫിസിക്കൽ സ്പേസ് കൺസ്ട്രെയിൻസ് ഉണ്ടാകുമ്പോൾ എങ്ങനെ നമ്മുടെ സ്റ്റേറ്റിൽ ക്യാപെക്സ് ഫോർമേഷൻ ഉണ്ടാകാം എന്ന് ചിന്തിച്ചപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്സ് ഇന്നോവേറ്റ് ചെയ്തൊരു മോഡലാണ് കിഫ്ബി. ആ പദ്ധതിയിൽ ഈ ഫിസിക്കൽ ഡെഫിസിറ്റിൽ ഉൾപ്പെടുത്താത്ത ഒരു OBB, ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്, അത് കേരളം മാത്രമല്ല നടത്തുന്നത്. ഇപ്പോൾ RTI, ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചറിൻ്റെ RTI കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. 2024-25 കണക്കെടുക്കുമ്പോൾ ആ ഒരു നമുക്ക് പ്രോഗ്രാമിൽ ആ ടേബിൾ കാണിക്കുമ്പോൾ മനസ്സിലാവും മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ OBB അല്ലെങ്കിൽ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് വളരെ കുറവാണ്. പക്ഷെ എന്തുകൊണ്ട് നാം ഇത് ഇന്നോവേറ്റ് ചെയ്തു? കാരണം ഈ ഒരു ഫിസിക്കൽ സ്പേസ് കൺസ്ട്രെയിനിൽ നമുക്ക് ഫിസിക്കൽ റൂൾസ് 3% ഓഫ് ഡെഫിസിറ്റ് ടു GDP റേഷ്യോ നിലനിൽക്കുമ്പോൾ തന്നെ എങ്ങനെ ക്യാപെക്സ് ഫോർമേഷൻ കേരളത്തിൽ ഉണ്ടാകാം എന്ന് ആലോചിക്കുമ്പോൾ കിട്ടിയ ഒരു മാർഗമാണ് ഒരു കോർപ്പറേറ്റ് ബോഡി അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് വഴി നമുക്ക് കടമെടുത്തിട്ട്, പക്ഷേ വി ആർ ഫൈൻഡിങ് ഔട്ട് മണി ടു ഫൈനാൻസ് ദാറ്റ്. അങ്ങനെ ഒരു ഗ്യാരണ്ടിയോട് കൂടി ഈ ഒരു മോഡൽ മുന്നോട്ട് പ്രഖ്യാപിക്കുന്നത്. പല സംസ്ഥാനങ്ങളും പല രീതിയിലാണ് OBB വിഭാവനം ചെയ്തത്. പക്ഷേ പ്രശ്നമായത് നമ്മൾ ലണ്ടൻ മാർക്കറ്റിൽ പോയിട്ട് റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട്സ് എടുത്തു. ഓഫ് കോഴ്സ് വെൻ കമ്പയർ ടു ദ ഡോളർ ഡിനോമിനേറ്റഡ് ബോണ്ട്സ്, റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട്സ് ആർ ഓക്കെ ബിക്കോസ് എക്സ്ചേഞ്ച് റേറ്റ് വോളറ്റാലിറ്റി നമ്മളെ അഫക്റ്റ് ചെയ്തില്ല. പക്ഷേ അത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിഫറൻഷ്യൽസിനെ അഫക്റ്റ് ചെയ്തിട്ട് എന്തിന് ലണ്ടൻ മാർക്കറ്റിൽ പോയി ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എന്തിന് നമ്മൾ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട്സ് എടുത്തു? ഈ രീതിയിലാണ് ചർച്ചകൾ വളരെ ചൂട് പിടിച്ചത്. അതർവൈസ് ദിസ് എൻ ഇന്നോവേറ്റീവ് മോഡൽ. തെലങ്കാന എങ്ങനെയാണ് ഇന്നോവേറ്റീവ് മോഡൽ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ അവരുടെ എക്സിസ്റ്റിംഗ് ഡെറ്റ് മെച്യൂരിറ്റി സ്ട്രക്ചറിൽ ഒരുപാട് ലോങ് ടേം ഡെറ്റ് എടുത്തു. ഇപ്പൊ കേരളത്തിൽ ലോങ് ടേം ഡെറ്റ് ആണോ ഷോർട്ട് ടേം ഡെറ്റ് ആണോ എന്ന് പരിശോധിച്ചാൽ ഏതാണ്ട് അബൌട്ട് 20% ലോങ് ടേം. അപ്പം നമുക്കൊരു റോൾ ഓവർ റിസ്ക്കും ഒരു ഫീൽ ചെയ്യുന്നില്ല. കാരണം നമ്മുടെ റീഫിനാൻസിങ് റിസ്ക് എല്ലാം പോസ്റ്റ്പോൺഡ് ആണ്. ലോങ് ടേം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡെറ്റ് മെച്യൂരിറ്റി സ്ട്രക്ചറിൻ്റെ ഒരു വിഭാവനവും വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് റോൾ ഓവർ റിസ്കോ റീഫിനാൻസിങ് സ്ട്രാറ്റജിയിലുള്ള പിഴവോ ഒന്നുമില്ല. പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ പരിധിക്കപ്പുറം നമ്മൾ എന്തുകൊണ്ട് ഒരു കോർപ്പറേറ്റ് ബോഡി ക്രിയേറ്റ് ചെയ്ത് വൈ ഡിഡ് യു ഗോ ടു ലണ്ടൻ മാർക്കറ്റ്? ഇതെല്ലാം പൊളിറ്റിക്കൽ ഇക്കോണമി ക്വസ്റ്റ്യനിൽ നാം ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്.
നിലവിൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും എന്തെല്ലാമാണ്? അവ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് മാഡം കണക്കുകൂട്ടുന്നത്? നമ്മുടെ പ്രതിസന്ധി അന്നും ഇന്നും ഒരു വ്യക്തമായ എംപ്ലോയ്മെന്റ് പോളിസി ഇല്ലെന്നുള്ളതാണ്. കാരണം ഇവിടെ എഡ്യൂക്കേഷനൊപ്പം എംപ്ലോയബിലിറ്റി ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എംപ്ലോയ്മെന്റ് പോളിസിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഘടകം അടുത്ത ബജറ്റിൽ പ്രഖ്യാപിക്കും എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ദ എംപ്ലോയർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ലൈക്ക് എ ജോബ് ഗ്യാരണ്ടി സ്കീം. കേരള സംസ്ഥാനത്തിന്റെ ഒരു എംപ്ലോയബിലിറ്റി എന്ന് പറയുമ്പോൾ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ ഇതൊരു വെല്ലുവിളിയാണ്. രണ്ട്, ജെൻഡർ റിലേറ്റഡ് ഇഷ്യൂസ്. കാരണം ഒരു ഫാസ്റ്റ് ആൻഡ് സ്മാർട്ട് വേ ടു ഡെവലപ്പ് ഈസ് ടു ഹാവ് വിമൻ ഓൺ ബോർഡ്. അപ്പോൾ സ്ത്രീകളെ ഇക്കണോമിക് ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു കെയർ ഇക്കോണമി ഇൻഫ്രാസ്ട്രക്ചർ വിഭാവനം ചെയ്യണം. കാരണം ഇപ്പോൾ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ സംഭവിക്കുകയാണ്. എൽഡർലി പോപ്പുലേഷൻ ഈസ് ഓൺ ദ റൈസ്. സോ കെയർ ഇക്കോണമി ഒരു കോംപ്രിഹെൻസീവ് പോളിസി that's a challenge because we are facing the demographic transition. പിന്നെ മൂന്ന്, ഓഫ് കോഴ്സ് ദ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഓൺലി ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ഇറ്റ് ഹാസ് ടു ബി ഡിജിറ്റൽ. കാരണം ഈ ഒരു ഡിജിറ്റൽ ഡിവൈഡ് വെൻ കമ്പയർ ടു ദ അതർ സ്റ്റേറ്റ്സ് നമുക്ക് ഡിജിറ്റൽ ഡിവൈഡ് കുറവാണ്. പക്ഷേ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കൂടണം. കാരണം ഫാസ്റ്റ് പേയ്മെന്റ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് ഫിനാൻസ് ആൻഡ് ഇക്കോണമി ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ്. അപ്പൊ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ രൂപവൽക്കരിക്കേണ്ടത് അനദർ ചാലഞ്ച്. പിന്നെ ക്ലൈമറ്റ് റെസിലിയൻസ് നാലാമത്തത്. ബിക്കോസ് സീ റൈസ്, ദർ ആർ നാച്ചുറൽ കലാമിറ്റീസ്. അപ്പോൾ പ്രകൃതി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്പെൻഡിങ് നമുക്ക് അത് അഡ്ഹോക്ക് ആയിട്ട് പെട്ടെന്ന് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഗവൺമെന്റിന്റെ സപ്പോർട്ടും അധികം കിട്ടുന്നില്ല. അപ്പോൾ ഇതിനൊരു ക്ലൈമറ്റ് റെസ്പോൺസീവ് ബജറ്റിംഗ് ദാറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. അപ്പോൾ ഇത് നാലുമാണ് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 വെല്ലുവിളികൾ. മാഡം, തുടക്കം മുതൽ കേരളത്തിൽ അത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊന്നുമില്ല എന്നൊക്കെ സമർത്ഥിച്ചു കഴിഞ്ഞു. കൃത്യമായിട്ട് കണക്കുകളും പറഞ്ഞു. പക്ഷേ ഒരു സംശയമുള്ളത്, ചില സാമ്പത്തിക വിദഗ്ധരൊക്കെ ശ്രീലങ്കയുടെ കാര്യം പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ തകരും എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേന്ദ്രം പല ഫണ്ടുകളും വെട്ടിക്കുറയ്ക്കുന്നു എന്നാണ് ഇവിടെ സംസ്ഥാന സർക്കാരും പറയുന്നത്. പക്ഷേ മാഡം പറയുന്നു ഭയപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നും. സർക്കാരിന് പൂർണ്ണമായും സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നാണോ, അതോ പേടിക്കേണ്ട അവസ്ഥ ഇല്ല എന്നാണോ മാഡം പറഞ്ഞു വെക്കുന്നത്? അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം പേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെറ്റ് ഫിനാൻസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസിങ്. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ ഡെറ്റ് ഫിനാൻസ് ചെയ്യുന്ന ഇന്റേണൽ ബോണ്ട് മാർക്കറ്റിലൂടെയാണ്. അപ്പോൾ ശ്രീലങ്ക പ്രതിസന്ധിയിലേക്ക് പോയത് ബോണ്ട് ഫിനാൻസിങ് എക്സ്റ്റേണലി സംഭവിച്ചത് കൊണ്ടാണ്. നമുക്കിവിടെ അങ്ങനെ ഒരു കണ്ടീഷണാലിറ്റീസോ ഒന്നുമില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇന്റേണൽ ഫിനാൻസിങ് ഓഫ് ഡെഫിസിറ്റ്. അപ്പോൾ കടം ഇന്റേണലി ഫിനാൻസിങ് ചെയ്യുന്നിടത്തോളം കാലം അങ്ങനെ ഒരു പ്രതിസന്ധി ലൈക്ക് ദ വേ ശ്രീലങ്ക ഫേസ്ഡ് അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ എക്സ്പെൻഡിച്ചർ റീപ്രയോറിറ്റൈസേഷൻ ഒരു പ്രധാന ഘടകമാണ്. ഏത് എക്സ്പെൻഡിച്ചർ കംപ്രസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ ഡിസൈൻ അല്ലെങ്കിൽ പോളിസി ഡിസൈൻ ചെയ്യുന്നതെന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ ഒരു വെട്ടിച്ചുരുക്കൽ സംഭവിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിച്ച അത്ര ടാക്സ് കിട്ടിയില്ലെങ്കിൽ ആ ഒരു വെട്ടിച്ചുരുക്കലിലെ ഏത് സെഗ്മെന്റ് ഓഫ് പോപ്പുലേഷനാണ് അഫക്റ്റഡ് ആവുന്നതെന്നുള്ളതാണ് ചോദ്യം. അല്ലാതെ ഒരു വലിയ പ്രതിസന്ധി അത് ഇന്ത്യക്കും ഉണ്ടായിട്ടില്ല. കാരണം 1991 പ്രതിസന്ധി കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നേ വരെ ഒരു മാക്രോ ഇക്കണോമിക് ക്രൈസിസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട രീതിയിൽ ഒരു ക്രൈസിസ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി മാഡം. ഒപ്പം തന്നെ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിസന്ധിയും ഒപ്പം തന്നെ മോദിയുടെ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാം.